അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. യൂസുഫ് മുസ്ലിയാർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും ആദ്യം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. എന്നാൽ ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് അത് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കും. തൊട്ടടുത്തുള്ള ലൈക്ക് ബട്ടൺ അമർത്തുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ അത് നിങ്ങൾ താഴെ അറിയിക്കുക. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ ഇന്നലെ പറഞ്ഞ ക്ലാസ്സിൽ സിഹ്റു തഫ്രീഖ്, സിഹ്റുൽ മഹബ്ബ അങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങൾ സംസാരിച്ചു. സിഹ്ർ ചെയ്യാൻ പാടില്ല, അത് അള്ളാഹുവിൻ്റെ കോപത്തിന് കാരണമാകുമെന്ന വിഷയമൊക്കെ സംസാരിച്ചു. ഇന്ന് നമ്മൾ പറയാനുള്ളത് എന്താണ് സിഹ്റു തഫ്രീഖ്, അതിനുള്ള പരിഹാരം എന്താണ്. അതിൽ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, സിഹ്റു തഫ്രീഖ് എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാരിൽ തമ്മിൽ തെറ്റാൻ വേണ്ടി, അവർ പിരിയാൻ വേണ്ടി ചെയ്യുന്ന സിഹ്റാണ് സിഹ്റു തഫ്രീഖ് എന്നത്. അതുപോലെ കുടുംബങ്ങൾ തമ്മിൽ തെറ്റാനും അവർ തമ്മിൽ കലഹിച്ച് പിരിയാനും വേണ്ടി ചെയ്യുന്ന ഒരു സിഹ്റിനാണ് സിഹ്റു തഫ്രീഖ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സിഹ്ർ അത് നമുക്ക് ബാത്തിലാക്കി എടുക്കണം. അത് നമ്മളിലേക്ക് അഥവാ ഇതുവരെ അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ ഇനി സംഭവിക്കാതെ ഇരിക്കണം. അതിനുള്ള പരിഹാരമാണ് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ പറയുന്ന വിഷയം അതുപോലെ ചെയ്താൽ ബിഇദ്നില്ലാഹ് ഇൻഷാ അല്ലാഹ് അതിന് പരിഹാരം ലഭിക്കും. 100% പരിഹാരം ലഭിക്കും. ഞാൻ മുമ്പത്തെ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിരുന്നു, രോഗം നൽകുന്നവൻ അള്ളാഹുവാണ്, അത് ശിഫയാക്കുന്നവനും അള്ളാഹുവാണ്. നമ്മളൊക്കെ ഒരു കാരണം മാത്രമാണ്. പൂർണ്ണമായി വിശ്വസിക്കണം. ചെയ്യുന്ന അമലിൽ വിശ്വാസം വേണം. മരണമല്ലാത്ത എല്ലാ അസുഖത്തിനും ഖുർആനിൽ മരുന്നുണ്ട് എന്നതൊക്കെ ഞാൻ മുമ്പത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നു. അപ്പോൾ സിഹ്റു തഫ്രീഖ്, ഇതിനുള്ള പരിഹാരം എന്താണെന്ന് വെച്ചാൽ, ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക. സാധാരണ അതല്ലെങ്കിൽ ഒരു കുപ്പിയിൽ, ഒരു ബോട്ടലിൽ വെള്ളം എടുക്കുക. അതിൻ്റെ ശേഷം അതിലേക്ക് 7 ഫാത്തിഹ ഓതുക. 7 ഫാത്തിഹ. ഒരു തവണ ഹബീബരായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഓതുക. അതിൻ്റെ ശേഷം ഒരു ഫാത്തിഹ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ പേരിൽ ഓതുക. ബാക്കിയുള്ള 5 ഫാത്തിഹകൾ ഒന്ന് അസ്ഹാബുൽ ബദരീങ്ങളെ പേരിൽ ഓതുക. അതിൻ്റെ ശേഷം ലോകത്തുള്ള സർവ്വ ഔലിയാക്കന്മാരുടെ പേരിലും ബാക്കിയുള്ള ഫാത്തിഹകൾ ഓതി തീർക്കുക. അതിൻ്റെ ശേഷം പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ ബഖറയിലെ 102-ാമത്തെ ആയത്ത്, വത്തബഉ മാ തത്ലു ശയാത്തീനു അലാ മുൽക്കി സുലൈമാൻ എന്ന് തുടങ്ങുന്ന ആയത്ത്, അത് ഓതുക 1 പ്രാവശ്യം. അതിൻ്റെ ശേഷം ആയത്തുൽ കുർസി, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം
ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇസ്നിഹി യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയ്യുഹു സമാവാതി വൽ അർദ് വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയുൽ അദീം. ഇത് ഓതുക, എന്നിട്ട് ആ വെള്ളത്തിൽ ഓതുക. അതുപോലെ സൂറത്ത് യൂനുസിലെ 81, 82 എന്നീ ആയത്തുകൾ 7 പ്രാവശ്യം ഓതി ആ വെള്ളത്തിൽ ഊതുക. അതുപോലെ സൂറത്തുൽ അറാഫിലെ 117 മുതൽ 122 ആയത്ത് വരെയുള്ള ആയത്തുകൾ ഊതി വെള്ളത്തിൽ ഊതുക. അതുപോലെ സൂറത്തു ത്വാഹയിലെ 68 മുതൽ 70 വരെയുള്ള ആയത്തുകൾ, 68, 69, 70 എന്നീ ആയത്തുകൾ 7 പ്രാവശ്യം മന്ത്രിച്ച് വെള്ളത്തിൽ ഊതുക. അതിൻ്റെ ശേഷം സൂറത്തുൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് എന്ന് പറയുന്ന സൂറത്ത് 3 പ്രാവശ്യം വെള്ളത്തിൽ മന്ത്രിക്കുക. അതിൻ്റെ ശേഷം സൂറത്തുൻ നാസ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഇത് 3 തവണ വെള്ളത്തിൽ ഓതി മന്ത്രിക്കുക. അതിൻ്റെ ശേഷം അസ്മാഉൽ ഹുസ്നയിലെ യാ ഷാഫി യാ അല്ലാഹ് എന്ന ഇസ്മ് 113 പ്രാവശ്യം വെള്ളത്തിൽ ഓതി ഊതുക. അതിൻ്റെ ശേഷം അസ്മാഉൽ ഹുസ്നയിലെ യാ ഹഫീളു യാ അല്ലാഹ് എന്ന ഇസ്മിനെ 168 തവണ വെള്ളത്തിൽ മന്ത്രിച്ച് ഊതുക. ഇത്രയും കഴിഞ്ഞതിൻ്റെ ശേഷം, അത് മഗ്‌രിബ് ഇശാഇൻ്റെ ഇടയിലായിരിക്കണം, മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് ഉടനെ ആയിരിക്കണം. നല്ല ശുദ്ധമായ വെള്ളം എടുത്ത് ഒരു ബോട്ടിലെടുത്ത് ചെയ്യണം. ഇങ്ങനെ ചെയ്ത് ആ വെള്ളം കുടിക്കുകയും ആ വെള്ളത്തിൽ കുളിക്കുകയും ചെയ്യുക. ആർക്കാണോ സിഹിർ ഏറ്റത് അവർ ആ വെള്ളം കുടിക്കുകയും അതിൽ കുളിക്കുകയും ചെയ്യുക. 41 ദിവസം തുടർച്ചയായി ചെയ്താൽ ഇതിനില്ലാ ഇൻഷാ അല്ലാഹ് പൂർണ്ണമായ ശിഫ ലഭിക്കും. സിഹിർ ഉണ്ടെങ്കിൽ അത് ബാത്തിലായി പോകും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കുമുള്ള ശിഫ നൽകുമാറാകട്ടെ. ഇങ്ങനെ സിഹിർ ചെയ്യുന്ന ആളുകളെ ശർറിനെ തൊട്ട് അല്ലാഹു തആല കാത്ത് രക്ഷിക്കുമാറാകട്ടെ. സിഹിർ ആർക്കെങ്കിലും ഏറ്റിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹു തആല ബാത്തിലാക്കി തരുമാറാകട്ടെ. ഇനി ബാക്കിയുള്ള ദിവസങ്ങളിൽ മറ്റ് സിഹിറുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ നമുക്ക് സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കാര്യങ്ങളും അവൻ ഏറ്റെടുക്കട്ടെ. നമ്മുടെ വിഷമങ്ങളെല്ലാം അല്ലാഹു തീർത്ത് സന്തോഷം തരട്ടെ.